ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിലെ വിശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ കണ്ടീഷൻസ് ഓഫ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ വിശുദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഈ സന്ദേശങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, വലിയ തീരുമാനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ഒരു കീ സ്പോൺസർ പത്തനംതിട്ടയിൽ നിന്ന് ബ്രദർ വിൻസെൻ്റ് ആണ്. താങ്ക് യു. ഇന്ന് മോഫി അഗസ്റ്റിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ മോഫി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, തൻ്റെ മകന് HR പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മകന് ദൈവവുമായിട്ടുള്ള ആഴത്തിൽ ഒരു ബന്ധമുണ്ടാകുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അടുത്ത കോയമ്പത്തൂരിൽ നിന്ന് ഷീന ബിജു ആണ് അടുത്ത നമ്മുടെ സ്പോൺസർ. താങ്ക് യു സിസ്റ്റർ ഷീന. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഷീന ബിജുവിന് UP അസിസ്റ്റന്റ് എക്സാം ആണ്. എക്സാം നല്ല രീതിയിൽ എഴുതുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഭർത്താവ് ബിജുവിന് കോഴിക്കോടിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീട് പണി പൂർത്തിയാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ ഷീനയുടെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ കർത്താവെ. അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്ത ബ്രദർ വിൻസെൻ്റ്, സിസ്റ്റർ ഷീന, നിങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ്. ആരും ആരാധനയ്ക്ക് പോകാതിരിക്കരുത്. കേരളത്തിലുള്ളവർക്ക് അറിയാം, നമ്മുടെ മിക്കവാറും ജില്ലകളിലെ പലയിടങ്ങളിലും ആരാധനകളുണ്ട്. അതുകൊണ്ട് അവിടേക്ക് കടന്നു പോകുക, അനുഗ്രഹം പ്രാപിക്കുക. സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ലൈവ്, അതിൽ തത്സമയ സംപ്രേഷണമുണ്ട്. നിങ്ങൾക്ക് അതിലൂടെയും ഞങ്ങളോടൊപ്പം ഭാഗവാക്കാകാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ചേർത്ത് കർത്താവിനെ ആരാധിക്കാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ വലിയ വിലയില്ലാത്ത മാർക്കറ്റില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ ധൈര്യത്തോടെ അത് പറയുകയാണ്. ആളുകൾ അത് സ്വീകരിച്ചാലും ഇല്ലേലും എനിക്കത് പറയാതിരിക്കാൻ സാധ്യമല്ല. ദൈവവചനമാണ്. ഓൾറൈറ്റ്. ഇന്നലെയും 1-2 ദിവസങ്ങളായിട്ട് ഞാൻ വിരൽ ചൂണ്ടിയ ഒരു ഭാഗം മർക്കോസ് 7, മത്തായി 23, രണ്ടിലും അതിശക്തമായ യേശു അന്നത്തെ മതനേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്ന ഭയങ്കര പുള്ളികളായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന പരീശന്മാർക്കെതിരെ, നിയമം ഉപദേശിക്കുന്നവർക്കെതിരെ കർത്താവ് ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. അതിന് കാരണം അവരെല്ലാവരും ദൈവത്തിൻ്റെ കണ്ണിൽ കപടഭക്തിക്കാരാണ്. കപടഭക്തിക്കാർക്കെതിരെ കർത്താവ് സംസാരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ പാത്രങ്ങളിലൊക്കെ പുറത്ത് കഴുകുന്നു, അകം കഴുകുന്നില്ല. അകം മുഴുവൻ വളരെ അശുദ്ധമാണ്. ഇതുപോലെ തന്നെ ശവകുടീരങ്ങൾ പോലെയാണ് നിങ്ങൾ. പുറത്ത് വെള്ളം തേച്ച് അല്ലെങ്കിൽ ഭംഗിയാക്കി വെച്ചിരിക്കും. ഈ കാലത്താണെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റൊക്കെ കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. പക്ഷേ അകത്ത് ചീഞ്ഞു നാറുന്ന മനുഷ്യ ശരീരഭാഗങ്ങളും അസ്ഥികളും ഒക്കെയാണ്. സോ ആ രീതിയിൽ എന്താകരുത്, നമ്മളായി ആ ട്രാപ്പിൽ നമ്മൾ പെടരുത്, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. പകരം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനോ വിശുദ്ധനോ ആക്കുന്നത്. നല്ലതാണ് പുറപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യൻ വിശുദ്ധനായിരിക്കും. വളരെ ചീത്തയായ കുലപാതക ചിന്തകളോ കാമാസക്തിയോ വ്യഭിചാര ചിന്തകളോ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ അശുദ്ധനാണ്. അതുകൊണ്ട് പുറത്തു നിന്ന് അകത്തേക്കുള്ള ഇൻടേക്ക് അല്ല ഒരാളെ അശുദ്ധനാക്കുന്നത്. പകരം അകത്ത് നിന്ന്, ഹൃദയമാകുന്ന ഉറവിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ്. സോ ഇന്ന് ഞാൻ ഈ മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോവാം. ഞാനിവിടെ ഹൃദയം എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന രക്തം പമ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ അത്രയും വലുപ്പമുള്ള ആ ഹൃദയത്തെക്കുറിച്ചല്ല
മാംസം കൊണ്ടുണ്ടാക്കിയ, പേശികൾ കൊണ്ടുണ്ടാക്കിയ പവർഫുൾ പമ്പ്, അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മനുഷ്യൻ്റെ സോൾ ആൻഡ് സ്പിരിറ്റ്, മനുഷ്യൻ്റെ ദേഹിയും ആത്മാവും ഒരുമിച്ചുള്ള ആന്തരിക മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലാണ് പലരും പറയുന്നതെങ്കിലും ഇന്നർ മാൻ, അകത്തുള്ള അകക്കാമ്പ്, ആന്തരിക മനുഷ്യൻ. ഞാൻ പറയുന്ന ഓരോന്ന് ശ്രദ്ധിക്കുക. ദ ഹാർട്ട് ഈസ് ദ പ്ലേസ് ഗോഡ് ചോസ് ടു ലിവ് ഇൻ us. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാം. നിന്റെ ഹൃദയം എനിക്കിതാ. നിന്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന് ഞാൻ വസിക്കാം. പല ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ. നോട്ട് ഇൻ ഹെഡ് ബട്ട് ഇൻ ഹാർട്ട്. ഇപ്പോൾ പറഞ്ഞത് ശ്രദ്ധിച്ചു എല്ലാവരും. കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിടണേ. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ശിരസിലല്ല, ഹൃദയത്തിലാണ്, തലയിലല്ല. അതുകൊണ്ട് തന്നെ തല കൊണ്ട് ദൈവത്തെ ഗ്രഹിക്കാൻ ആർക്ക് സാധ്യമല്ല. ഒന്നുകൂടെ, തലമണ്ട കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ ആർക്ക് സാധ്യമല്ല. തലമണ്ട കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരെല്ലാം ഒന്നുകിൽ യുക്തിവാദികളോ ഫിലോസഫേഴ്സോ നിരീശ്വരവാദികളോ വളരെ വിയേർഡായി ചിന്തിക്കുന്നവരൊക്കെ ആയിട്ട് മാറും. എന്നാൽ ഹൃദയം കൊണ്ട്, റോമാലേഖനം 10:9 പറയുന്ന ഹൃദയം കൊണ്ട് യേശുവിൽ, കർത്താവിൽ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഇരിക്കട്ടോ, 3 സ്വർഗങ്ങൾ, 3-ാം സ്വർഗത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ആ 3-ാം സ്വർഗത്തിൻ്റെ സ്ഥാനമാണ് ഹൃദയത്തിന് ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിലുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ പഴയ നിയമ ദേവാലയത്തിൽ 3 സ്ഥലങ്ങളുണ്ട്. അതിൽ 3-ാമത്തെ സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം, ദ ഹോളി ഓഫ് ഹോളീസ്, ദ മോസ്റ്റ് ഹോളി പ്ലേസ് എന്നറിയപ്പെടുന്നത്. ആ സ്ഥാനമാണ് മനുഷ്യ വ്യക്തിത്വത്തിൽ ഹൃദയത്തിനുള്ളത്. ഒന്ന്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞത് 3-ാം സ്വർഗത്തിൻ്റെ സ്ഥാനമാണ് മനുഷ്യനിൽ ഹൃദയത്തിനുള്ളത്. 3, പഴയ നിയമ ദേവാലയത്തിലെ 3-ാമത്തെ സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ആ സ്ഥാനമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മിൽ ഹൃദയത്തിനുള്ളത്. സോ ദൈവം അവിടെയാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു സിംഹാസനം കൊണ്ടുവന്ന് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് സിംഹാസനം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ വാഴുവാൻ ആഗ്രഹിക്കുന്നത്. ആരിൽ? നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ആ ഹൃദയത്തിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് എന്താണ്? വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ്റെ ഹൃദയം എന്ന് വെച്ചാൽ, മനുഷ്യൻ ആദമിൻ്റെ കാലത്ത് പാപത്തിൽ വീണ ശേഷം സകല മനുഷ്യരുടെ ഹൃദയത്തെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? ജെറമായ 17:9, ഇരമ്യാവിൻ്റെ പുസ്തകം 17:9, ദ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ എബവ് ഓൾ തിങ്സ് and is beyond cure. Who can understand it? ഹൃദയം എല്ലാറ്റിനേക്കാൾ വിഷമമുള്ളതും അല്ലെങ്കിൽ ഡിസീറ്റ്ഫുൾ, വളരെ വഞ്ചനാപരവും, ബിയോണ്ട് ക്യൂർ, ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തതുമാണ്. Who can understand it? ആർക്ക് ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയും? മനുഷ്യ ഹൃദയത്തെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത്, ദ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ എബവ് ഓൾ തിങ്സ്. വായ് കൊണ്ട് ചിലർ സംസാരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഉള്ളിൽ ചിന്തിക്കേണ്ട, ഇവനെ എങ്ങനെ തട്ടാം, ഇവനെ എങ്ങനെ ഒതുക്കാം, ഇവൻ്റെ മുകളിൽ എനിക്ക് എങ്ങനെ കയറാം, ഇവൻ അത്ര വലിയ ആളാവണ്ട. പക്ഷെ പുറത്ത് ഹലോ ബ്രദർ, സ്തോത്രം, പ്രൈസ് ദ ലോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്ത് ചിന്തിക്കുന്നത് വേറൊന്നായിരിക്കും. ഇത് വരാം, മനുഷ്യരിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ ഹാർട്ട് ഈസ് വെരി ഡിസീറ്റ്ഫുൾ. വളരെ വളരെ ഡിസീറ്റ്ഫുള്ളാണ് ഹാർട്ട്. ആൻഡ് ഇറ്റ് ഈസ് ബിയോണ്ട് ക്യൂർ. അതിനെ സുഖപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഇവിടെ പറയുന്നത് ഹാർട്ടിന് വാൽവിന് തകരാറോ എന്തെങ്കിലും എന്നാൽ സ്റ്റെൻഡ് ഇടുന്ന കാര്യമോ ചികിത്സിക്കുന്ന കാര്യമോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കാര്യം ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആ ഹാർട്ടേ അല്ല, ദ ഇന്നർ മാൻ, ദ ഇന്നർ കോർ,
അവിടെ ഒരു റിപ്പയർ വരുത്താൻ ആർക്കും സാധ്യമല്ല. എന്ന് വെച്ചാൽ ദൈവത്തിനല്ലാതെ മനുഷ്യർക്കാർക്കും ഒരു ഹൃദയത്തെ സൗഖ്യമാക്കാനോ അതിനൊന്നും മനസ്സിലാക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഉത്തരം, ഓൺലി ഗോഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മനുഷ്യർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഗോഡ് ക്യാൻ റീഡ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ വായിച്ചറിയാൻ, എന്താണ് അവിടെ ഉള്ളതെന്നറിയാൻ ദൈവത്തിന് സാധിക്കും. ഗോഡ് ക്യാൻ സീ അവർ ഹാർട്ട്സ് ഇൻറ്റൻഷൻസ്. 139 സങ്കീർത്തനം വായിച്ചു. എൻ്റെ ചിന്തകൾ അവൻ ദൂരത്ത് നിന്നേ അറിയുന്നു. മനുഷ്യൻ്റെ വിചാരവികാരങ്ങൾ അവൻ അറിയുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് എന്തെന്ന് അവൻ അറിഞ്ഞു. സകലവും ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എബ്രായലേഖനം 4:13 പറഞ്ഞു. എന്നാൽ 12 പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിന് ഇതെല്ലാം വിചാരവികാരങ്ങളെ എല്ലാം വിവേചിക്കുന്നത് പോലെ അകത്തോട്ട് തുളച്ച് കയറാൻ പെനിട്രേറ്റിംഗ് പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം നോക്കുന്നു. അങ്ങനെയും ബൈബിളിൽ പരാമർശമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മുഖമാണ് നോക്കുന്നത്. മുഖം പ്രസന്നതയുള്ളതാണെങ്കിൽ കൊള്ളാം, നല്ലൊരു ബ്രദർ, നല്ലൊരു സഹോദരി എന്ന് നമ്മൾ പറയും. എന്നാൽ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവം അല്ല അറിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്കാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. അതിൽ ഒന്ന്, അഡൾട്ടറി കംസ് ഇൻ ഹാർട്ട് ബിഫോർ ഇറ്റ് ഈസ് ഡൺ ബൈ ദ ബോഡി. ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നതിന് മുമ്പ് ഹൃദയം കൊണ്ട് ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്യുന്നു. മത്തായി 5:28 അതിൽ കാണുന്നത്, ബട്ട് ഐ ടെൽ യു ദാറ്റ് എനിവൺ ഹു ലുക്സ് അറ്റ് എ വുമൺ lustfully has already committed adultery with her in his heart. അത് അടയാളപ്പെടുത്തുന്നതല്ല, ഇൻ ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൽ. നിങ്ങൾ ആ വചനം സ്ക്രീനിൽ കണ്ടു കാണും. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അല്ലെങ്കിൽ കാമാസക്തിയോടുകൂടി നോക്കുന്നവൻ അവൻ്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ശരീരം കൊണ്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഹൃദയത്തിൽ ചെയ്തു. കാരണം ഹൃദയമാണ് ഉറവിടം. അവിടെ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. എൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെയാണ്. വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഇനി അഡൾട്ടറി മാത്രമല്ല, മർഡർ, സ്റ്റീലിംഗ്, എന്ത് പാപം വേണമെങ്കിലും എടുത്തോളൂ. അതിൻ്റെ തുടക്കം കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ ഏത് അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്താലും അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ചിന്തകളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് തുടക്കം ഇരിക്കുന്നത്. ഓക്കെ, അടുത്തൊരെണ്ണം, നമ്പർ 2, സിൻ വാസ് ഫൗണ്ട് ഇൻ ദ ആർച്ചേഞ്ചൽസ് ഹാർട്ട്. പാപം എവിടെയാണ് ആദ്യം കണ്ടെത്തിയത്? ഒരു വലിയൊരു ഖെരൂബ്, ദൈവത്തിൻ്റെ മഹത്വം പോലും മറച്ചു പിടിക്കുന്ന ഖെരൂബായിരുന്ന ലൂസിഫർ. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദ ബ്രിങ്ങർ ഓഫ് ലൈറ്റ്, വെളിച്ചം കൊണ്ടുവരുന്നവൻ, പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നാണ്. നല്ലൊരു പേരാണ് ലൂസിഫർ. നമ്മളിപ്പോൾ സാധാരണ അതിങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രതീതി നമുക്കുണ്ടാകുന്നുണ്ടെങ്കിലും ലൂസിഫർ ഇസ് എ ഗുഡ് നെയിം. നമുക്ക് ആ വചനഭാഗം ഒന്ന് നോക്കാം. ഏശയ്യാവിൻ്റെ പുസ്തകം 14 വചനങ്ങളാണ്. ഐസയ 14:13-14. യു സെറ്റ് ഇൻ യുവർ ഹാർട്ട്, നീ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹലോ, നീ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, I will ascend to the heavens. ഞാൻ സ്വർഗാദി സ്വർഗങ്ങളിൽ കയറും. ഹൃദയത്തിലാണ് പറഞ്ഞത്, വാ കൊണ്ട് പറഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ പറഞ്ഞു, ഹൃദയത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെയാണ് തുടക്കം. I will raise my throne above the stars of God. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനത്തെ കൊണ്ടുപോയി വയ്ക്കും. എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. അടുത്തത്, I will sit enthroned on the mount of assembly. സമാഗമന പർവ്വതത്തിൽ
ഞാൻ ഇരുന്ന് ഉപവിഷ്ടനാകും, ഞാൻ അവിടെ ഇരുന്ന് സിംഹാസനത്തിലിരുന്ന് വാഴും. ഹൃദയത്തിൽ പറഞ്ഞു. ഓക്കെ, on the utmost heights of Mount Zaphon, ആ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു. 14-ാം വചനത്തിൽ I will ascend above the tops of the clouds, മേഘങ്ങൾക്ക് മുകളിൽ ഞാൻ ആരോഹണം ചെയ്യും. അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അടുത്തത് I will make myself like the Most High, അത്യുന്നതനെ പോലെ ജ്ഞാനമാകും. എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. So sin was found in the heart of the archangel. ഇത്ര വലിയ ശക്തനായ എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ഏഞ്ചലിക് ക്വയർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ ദൂതൻ, ആ ദൂതനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അകത്തിങ്ങനെ പറയുക, ഞാൻ എൻ്റെ ദൈവത്തേക്കാൾ. അവിടെ നോക്കിയാൽ അറിയാം, 5 പ്രാവശ്യം I will എന്ന് പറയുന്നുണ്ട്. 5 പ്രാവശ്യം ഞാൻ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും. അതവൻ്റെ അകത്ത് that was the declaration of independence from God's reign. അല്ലേ, ദൈവം അവിടെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്നും താൻ തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഇനിയും ഈ കിങ്ഡം ഓഫ് ഗോഡിൽ ഇല്ല, പകരം എൻ്റെതായ ഒരു കിങ്ഡം ഞാൻ ഉണ്ടാക്കാൻ പോവുക. റെബല്യൻ. ഈ പാപം എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമല്ല, അതാരും സൃഷ്ടിച്ചതുമല്ല. ദൈവം പാപത്തെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ സാത്താനായിരിക്കും പാപത്തെ സൃഷ്ടിച്ചത്? നോ, സാത്താൻ ഒന്നും സൃഷ്ടിക്കാനുള്ള കഴിവില്ല. നോ, ഹി കനോട്ട് ക്രിയേറ്റ് എനിത്തിങ്. അങ്ങനെയെങ്കിൽ പിന്നെ പാപം ആരാ സൃഷ്ടിച്ചത്? പാപം ആരും സൃഷ്ടിച്ചതല്ല. സിൻ ഈസ് ആക്ച്വലി എ സ്റ്റേറ്റ്. വിശുദ്ധിയിൽ നിന്നും വിട്ടുമാറി പോകുന്ന അവസ്ഥയാണ് സിൻഫുൾനെസ്. അത് ആദ്യമായി ചെയ്ത ആളാരാ? ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ക്വയർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ചിറകുകളിൽ പോലും സംഗീതം പൊഴിയുമായിരുന്നു. ചിറകുകളിൽ നിന്ന്. അതുപോലെ നിഷ്കളങ്കനും നിർമ്മലനും ഒക്കെ ആയിരുന്നു ഇത് കണ്ടെത്തുന്നതിന് മുൻപ്, ഈ സാധനം അവൻ്റെ അകത്ത് വരുന്നതിന് മുൻപ്. എനിവേ, ഈ രീതിയിലാണ് ആദ്യമായി ഹൃദയത്തിനകത്താണ് പാപം ഉണ്ടാകുന്നത്. വായിലല്ല, ശരീരത്തിലോ വേറെ എവിടെയെങ്കിലും അല്ല, ഒരു ആർച്ചേഞ്ചലിൻ്റെ ഹൃദയത്തിനകത്താണ്. അടുത്തത് കേട്ടോ, ഡിസയർ കൺസീവ്സ് ആൻഡ് ഗിവ്സ് ബർത്ത് ടു സിൻ. സിൻ കൺസീവ്സ് ആൻഡ് ഗിവ്സ് ബർത്ത് ടു ഡെത്ത്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 15 വരെ. യാക്കോബിൻ്റെ ലേഖനം, James chapter 1 verse number 13, 14 and 15. When tempted, no one should say. പ്രലോഭനം വരുമ്പോൾ ആരും പറയരുത്. എന്ത് പറയരുത്? God is tempting me. ദൈവമാണ് എന്നെ പ്രലോഭിപ്പിക്കുന്നതെന്ന് ഒരാൾ പോലും പറഞ്ഞു പോകരുത്. For God cannot be tempted by evil, nor does he tempt anyone. ദൈവത്തെ ആർക്കും പ്രലോഭിപ്പിക്കാൻ കഴിയുമില്ല, അവൻ ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. ടെംപ്റ്റർ വേറൊരാളാണ്, അത് പിശാചൻ. 14. But each person is tempted when they are dragged away by their own evil desire and enticed. എന്നാൽ ഓരോരുത്തൻ എങ്ങനെയാണ് പ്രലോഭിപ്പിക്കപ്പെടുന്നത്? ഇത്രയേ ഉള്ളൂ, അവരിങ്ങനെ ഡ്രാഗ്ഡ് അവേ ബൈ ദെയർ ഓൺ ഈവിൾ ഡിസയർ. അവരുടെ തെറ്റായ ചീത്ത ആഗ്രഹങ്ങൾ കൊണ്ട് വശീകരിക്കപ്പെട്ട അവർ തന്നെ വലിച്ചിഴക്കപ്പെടുകയാണ്. Then after desire has conceived, ഇനി ആ മോഹം ഗർഭം ധരിച്ചു കഴിയുമ്പോൾ, ആദ്യം ഡിസയറായിട്ടാണ് വരുന്നത്. അതാണ് ലൂസിഫറിലും കണ്ടത്, കയറാനുള്ളൊരു മോഹം. After desire has conceived, it gives birth to sin. അത് പാപത്തെ പ്രസവിക്കും. And sin, when it is full grown, gives birth to death. ഇനി പാപം അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ, പ്രഗ്നൻസി പൂർണ്ണമാകുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു, പിശാച്
ഐ വിൽ ഐ വിൽ ഐ വിൽ എന്ന് 5 പ്രാവശ്യം. എന്നാൽ യേശു പറഞ്ഞത് ഐ ആം ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദി ട്രൂത്ത്, ലൈഫ്. ഇങ്ങനെ ഓരോന്നിനും ഐ ആം ദ ട്രൂ വൈൻ, ഐ ആം ദ ഡോർ, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഐ ആം. അത് യേശു എന്താണോ അതിനെയാണ് പറയുന്നത്. പിശാച് അതല്ല ചെയ്തത്, ഞാൻ ചെയ്യും. ഈ പിശാച് 5 പ്രാവശ്യം പറഞ്ഞ് മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അതുകൊണ്ടാണ് അവൻ വെട്ടി അവനെ നിഷ്കാസനം ചെയ്യപ്പെട്ടത്. എന്നാൽ യേശു എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി 7 പടികൾ താഴേക്കിറങ്ങി. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി. യേശു എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഉൾട്ടായിരിക്കും പിശാച് ചെയ്യുന്നത്. അത്ര ഓർത്താൽ മതി. ഇനി 3-ാമത്തെ കാര്യം ഇതാണ്. 4-ാമത്തെ കാര്യം ഇതാണ്. ഔട്ട് ഓഫ് ദി ഓവർഫ്ലോ ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയം നിറഞ്ഞ് സ്പിൽ ഓവർ ചെയ്യുമ്പോഴാണ് വായ് സംസാരിക്കുന്നത്. മാത്യു 12:33-37. മത്തായി സുവിശേഷം 12:33 മുതൽ 37 വരെ. മേക്ക് എ ട്രീ ഗുഡ് ആൻഡ് ഇറ്റ്സ് ഫ്രൂട്ട് വിൽ ബി ഗുഡ്. ഒരു വൃക്ഷം നല്ലതെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും. യേശു പറയുന്ന ഞാൻ എത്ര വലുതാണ്. ഓർ മേക്ക് എ ട്രീ ബാഡ് ആൻഡ് ഇറ്റ്സ് ഫ്രൂട്ട് വിൽ ബി ബാഡ്. ഒരു വൃക്ഷം ചീത്തയാണെങ്കിൽ അതിൻ്റെ ഫലവും ചീത്തയായിരിക്കും. ഫോർ എ ട്രീ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. എല്ലാ വൃക്ഷങ്ങളെയും തിരിച്ചറിയുന്നതിൻ്റെ അതിലുണ്ടാകുന്ന ഫ്രൂട്ട് കൊണ്ടാണ്. ശരിയല്ലേ? മാങ്ങ ഉണ്ടാകുമ്പോൾ അതിനെ മാവെന്ന് നമ്മൾ പറയും, അല്ലേ? ചക്ക ഉണ്ടാകുമ്പോൾ അതിനെ പ്ലാവെന്ന് പറയും. ആ ഫ്രൂട്ടാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ. ഫ്രൂട്ട് ട്രീസിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫ്രൂട്ട് കൊണ്ടാണ്. അതിനുശേഷം വീണ്ടും ശക്തമായ ഭാഷ. യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, ഹൗ ക്യാൻ യു ഹു ആർ ഈവിൾ സേ എനിത്തിങ് ഗുഡ്. ദോഷികളായ നിങ്ങൾ, ദുഷ്ടരായ നിങ്ങൾക്ക് എങ്ങനെ നല്ലത് സംസാരിക്കാൻ കഴിയും? ഫോർ ദ മൗത്ത് സ്പീക്സ് വാട്ട് ദ ഹാർട്ട് ഈസ് ഫുൾ ഓഫ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. എ ഗുഡ് മാൻ ബ്രിങ്സ് ഗുഡ് തിങ്സ് ഔട്ട് ഓഫ് ദ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിം. ഒരു നല്ല മനുഷ്യൻ തൻ്റെ അകത്ത് ഹൃദയത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും നല്ലത് സംസാരിക്കുന്നു. ആൻഡ് ആൻ ഈവിൾ മാൻ ബ്രിങ്സ് ഈവിൾ തിങ്സ് ഔട്ട് ഓഫ് ദി ഈവിൾ സ്റ്റോർഡ് അപ്പ് ഇൻ ഹിം. ഒരു ദുഷ്ടനായ മനുഷ്യൻ തൻ്റെ അകത്ത് നിറച്ചു വച്ചിരിക്കുന്ന ദുഷ്ടതയിൽ നിന്നാണ് ദോഷം സംസാരിക്കുന്നത്. ബട്ട് ഐ ടെൽ യു ദാറ്റ് എവ്രി വൺ വിൽ ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ഫോർ എവ്രി എംപ്റ്റി വേർഡ് ദേ ഹാവ് സ്പോക്കൺ. ചുമ്മാ പറയുന്ന ഓരോ വാക്കിന്, നിസ്സാര വാക്കുകൾക്ക് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 37-ാമത്തെ വചനത്തിൽ, ഫോർ ബൈ യുവർ വേർഡ്സ് യു വിൽ ബി ആക്യൂറ്റഡ് ആൻഡ് ബൈ യുവർ വേർഡ്സ് യു വിൽ ബി കണ്ടംപ്ഡ്. നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ഹാർട്ട് ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒത്തിരി കാര്യങ്ങളുടെ സ്റ്റോറേജ് ഉണ്ട്. എത്ര ടെറാബൈറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധ്യമല്ല. അത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് നല്ലതും സ്റ്റോർ ചെയ്യാം, ചീത്തയും സ്റ്റോർ ചെയ്യാം. നല്ല മനുഷ്യനാണെങ്കിൽ നല്ലത് സ്റ്റോർ ചെയ്യും, ഒരു ചീത്ത മനുഷ്യൻ ചീത്ത സ്റ്റോർ ചെയ്യും. എന്ന് മാത്രമല്ല, എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ തിരിച്ചെടുക്കാനും പറ്റും. ഒത്തിരി നാളായി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സമയമാകുമ്പോൾ തിരിച്ചെടുക്കാനും സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് മനുഷ്യ ഹൃദയത്തിനെ കുറിച്ചാണ്. അതിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഹൃദയത്തിലാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, 3-ാം സ്വർഗം പോലെയാണ്, അല്ലെങ്കിൽ ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലം പോലെയാണ് നമ്മുടെ ഹൃദയത്തെ ആക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയവിശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ 3-ാം സ്വർഗം പോലെയും അതിപരിശുദ്ധ സ്ഥലം പോലെയും ആക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിശുദ്ധി നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടാം. രോഗികൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ PCOD പോലെയുള്ള അസുഖങ്ങൾ പെൺകുട്ടികളിൽ ചില സഹോദരിമാരിലുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു.
താങ്ക് യു ജീസസ്. അതുപോലെ ബ്ലീഡിംഗ് ഉള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. കൂടെ കൂടെ ഇങ്ങനെ ഫീവറിഷ് ആകുകയും ഒരുതരം കുളിരും പനിയും ഒക്കെ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇന്ന് കർത്താവ് തിരുനാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൽ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയം പ്രത്യേകമായി എൻ്റെ ഉള്ളിൽ വരുന്നത്, ഏതൊക്കെ വീട്ടിൽ നിന്ന് ചിലർ ഇറങ്ങിപ്പോയി, വീട് വിട്ടുപോയി. അങ്ങനെയുള്ളവരുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരുമുണ്ട്. അത് ശരിക്കും നിങ്ങൾ ആ രീതിയിൽ വിശ്വസിച്ച് കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോയ പലരും തിരിച്ചു വരാൻ പോകും. കർത്താവ് തിരുനാമത്തിൽ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരാഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എടുത്ത് കാണണം. അതുപോലെ ഇതിൻ്റെ ലിങ്കുകളൊന്നും ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.